തപസ്സുകാലം 2-ാം വാരം ചൊവ്വ. തിരുവചനം: നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞനായിരുന്നു സർ ഐസക് ന്യൂട്ടൻ. വിവിധ ശാസ്ത്രമേഖലകളിൽ അദ്ദേഹത്തിന് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി, കടൽ പോലെ വിശാലമായ അറിവിൻ്റെ ലോകത്ത് ഞാൻ കടൽ തിരകളിലെ കുമിളകൾ കണ്ട് രസിക്കുകയും മുത്തുച്ചിപ്പികൾ പറക്കുകയും ചെയ്യുന്ന ഒരു ബാലൻ മാത്രമാണ്. ശാസ്ത്രീയമായ അറിവ് വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരിമിതി അദ്ദേഹം തിരിച്ചറിയുകയാണ്. എന്നാൽ അല്പം അറിവ് കിട്ടിയവരും അല്പം കലാപരമായി വളർന്നവരും അല്പം ധനം സമ്പാദിച്ചവരുമെല്ലാം അർദ്ധരാത്രിയിൽ കുട പിടിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും നഗരവീഥികളിൽ അഭിവാദ്യവും റബ്ബി എന്ന് അഭിസംബോധന ചെയ്യപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നവരുടെ മനോഭാവത്തെ പുച്ഛിച്ച് തള്ളുകയാണ്. യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്നവർക്ക് യേശുവിൻ്റെ പഠനം വ്യക്തമാണ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും.